സമഭാവനയുടെ കടലാ ദിശയുടെ തഴുകും വിളയുടെ ചിരിയാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും കേട്ടറ്റ് ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫിസിയോളജിയിലെ ചില പാഠഭാഗങ്ങൾ ഒന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യം പറയുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, ദഹനവും ആഗിരണവും. ഡൈജഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോം. ദഹനം എന്നത് സങ്കീർണ ആഹാര ഘടകങ്ങളെ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. ഇതിന് സഹായിക്കുന്ന അവയവവ്യവസ്ഥയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. The organ system that helps in this process is called digestive system അഥവാ ദഹന വ്യവസ്ഥ. ഇതിന്റെ ഭാഗങ്ങൾ അന്നപഥവും ദഹനഗ്രന്ഥികളുമാണ്. The parts of digestive system are alimentary canal and digestive glands. അന്നപഥത്തിന്റെ ഭാഗങ്ങൾ വായ. Mode of arrangement of teeth is known as dentition. പല്ലുകളുടെ ക്രമീകരണത്തിന് പറയുന്ന പേരാണ് ഡെന്റിഷൻ. We have two types of dentition: തിക്കോഡോണ്ട് ഡെന്റിഷൻ ആൻഡ് ഡിഫിയോഡോണ്ട് ഡെന്റിഷൻ. നമുക്ക് രണ്ട് തരത്തിലുള്ള ഡെന്റിഷൻ ആണുള്ളത്, തിക്കോഡോണ്ട് ഡെന്റിഷനും ഡിഫിയോഡോണ്ട് ഡെന്റിഷനും. Each tooth is embedded in a socket of jaw. This type of dentition is called തിക്കോഡോണ്ട് ഡെന്റിഷൻ. അതായത് പല്ലുകൾ സോക്കറ്റിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിന് പറയുന്ന പേരാണ് തിക്കോഡോണ്ട് ഡെന്റിഷൻ. ആൻഡ് വി ഹാവ് ടു സെറ്റ്സ് ഓഫ് ടീത്ത് ഇൻ അവർ എൻ്റയർ ലൈഫ്. നമുക്ക് രണ്ട് സെറ്റ് പല്ലുകളാണ് ഉണ്ടാവുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഡെന്റിഷൻ ഈസ് നോൺ ആസ് ഡിഫിയോഡോണ്ട് ഡെന്റിഷൻ. ആദ്യം വരുന്ന പല്ലുകൾ പാൽപ്പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത്. രണ്ടാമത് വരുന്നത് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനന്റ് ടീത്ത്. നമുക്ക് ആകെ 32 പല്ലുകൾ. വി ഹാവ് 32 ടീത്ത്. ഈ പല്ലുകളുടെ ക്രമീകരണത്തിനെ ഒരു ഫോർമുലയായിട്ട് നമ്മൾ കാണിക്കാറുണ്ട്. അതിന് പറയുന്ന പേരാണ് ഡെന്റൽ ഫോർമുല. അത് താഴെ പറയുന്ന പോലെയാണ്: I 2/2, C 1/1, PM 2/2, M 3/3. 4 തരം പല്ലുകളാണ് നമുക്കുള്ളത്. അതാണ് ഇവിടെ കാണിച്ചത്. I എന്ന് പറഞ്ഞാൽ ഇൻസിസേഴ്സ്, ഉളിപ്പല്ലുകൾ. C കാനൈൻസ്, കോമ്പല്ലുകൾ. PM പ്രീമോളാഴ്സ് അഥവാ അഗ്രചർവണകം. M മോളാഴ്സ് അല്ലെങ്കിൽ ചർവണകം. അതിന്റെ എണ്ണമാണ് ഡെന്റൽ ഫോർമുലയിൽ കാണിച്ചിട്ടുള്ളത്. മൗത്ത് ക്യാവിറ്റി കഴിഞ്ഞാൽ, വായ കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഫാരിങ്സ് അഥവാ ഗ്രസനിയാണ്. ഇറ്റ് ഈസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. Then two structures are seen in the pharynx. They are epiglottis and uvula. ഫാരിങ്സിൽ അഥവാ ഗ്രസനിയിൽ രണ്ട് ഭാഗങ്ങൾ: എപ്പിഗ്ലോട്ടിസ് അഥവാ ക്ലോപിധാനം, uvula അഥവാ ചെറുനാക്ക്. അത് ക്ലോപിധാനം നമ്മുടെ ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം കടക്കുന്നത് തടയുന്നു. The epiglottis prevents the entry of food into the windpipe. അതുപോലെ uvula ചെറുനാക്ക്, it prevents the entry of food into the nasal cavity. മൂക്കിലേക്ക് അഥവാ നാസഗഹ്വരത്തിലേക്ക് ഭക്ഷണം കടക്കുന്നത് തടയുന്നത് ചെറുനാക്ക് അഥവാ uvulയാണ്. അടുത്ത ഭാഗം ആമാശയം, stomach. It has 3 parts: cardiac, fundus and pylori. അടുത്തത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അഥവാ ചെറുകുടൽ. ഇതിന് 3 ഭാഗങ്ങൾ: ഡിയോഡിനം, ജജനം, ഇലിയം. അടുത്ത ഭാഗം ലാർജ് ഇൻറ്റെസ്റ്റൈൻ അഥവാ വൻകുടൽ. ഇതിന് 3 ഭാഗങ്ങൾ: സീക്കം, കോളൻ ആൻഡ് റെക്ടം. കോളൻ എന്ന ഭാഗത്തിന് വീണ്ടും 3 ഭാഗങ്ങൾ: അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ ആൻഡ് ഡിസെൻഡിങ് കോളൻ. അതുപോലെ വൻകുടലിന്റെ സീക്കം എന്ന ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന ചെറുവിരൽ പോലുള്ള ഒരു ഭാഗമുണ്ട്. അതൊരു അവശിഷ്ട അവയവമാണ്, വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. അതിന് പറയുന്ന പേരാണ് വെർമിഫോം അപ്പൻഡിക്സ്. So vermiform appendix is a narrow finger-like tubular projection that is a vestigial organ arises from the cecum. ഇനി സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അഥവാ ചെറുകുടലിലാണെങ്കിൽ ധാരാളം വില്ലെ എന്നറിയപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. ഇനി നമുക്ക് ദഹനം ഒന്ന് പരിചയപ്പെടാം. ദഹനം നടക്കുന്നത് 3 ഭാഗങ്ങളിൽ വെച്ചാണ്.
Digestion takes place from 3 parts of the alimentary canal. ആദ്യ ഭാഗം വായ. അവിടെ നടക്കുന്ന ഡൈജഷൻ പറയുന്ന പേരാണ് ബക്കൽ ഡൈജഷൻ. രണ്ടാമത്തെ ഭാഗം ആമാശയം, അഥവാ സ്റ്റൊമക്. അവിടുത്തെ ഡൈജഷനാണ് ഗ്യാസ്ട്രിക് ഡൈജഷൻ. മൂന്നാമത്തെ ഭാഗം ചെറുകുടൽ. അവിടുത്തെ ഡൈജഷന് പറയുന്ന പേരാണ്, ദഹനത്തിന് പറയുന്ന പേരാണ് ഇൻഡസ്റ്റൈനൽ ഡൈജഷൻ. ഓരോന്നും നോക്കാം. ബക്കൽ ഡൈജഷൻ. അതിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് സലേവറി ഗ്ലാൻഡ്സ് അഥവാ ഉമിനീർ ഗ്രന്ഥികൾ. അത് ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസത്തിന്റെ പേരാണ് സലൈവ. ഇവിടെ നടക്കുന്നത് ഭക്ഷണത്തിലെ അന്നജം മാൾട്ടോസ് ആയി മാറുന്നു. അതിന് സഹായിക്കുന്ന എൻസൈമാണ്, രാസാഗ്നിയാണ് സലൈവറി അമിലേസ്. അതിനുശേഷം ആഹാരം ആമാശയത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്നു. ആമാശയത്തിൽ വെച്ച് നടക്കുന്ന ഡൈജഷനാണ് ഗ്യാസ്ട്രിക് ഡൈജഷൻ. അതിന് സഹായിക്കുന്ന ഗ്രന്ഥികൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് അഥവാ ആമാശയ ഗ്രന്ഥികൾ. എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം. പ്രോട്ടീൻ is digested into form proteoses and peptones with the help of pepsin. ഗ്യാസ്ട്രിക് ജ്യൂസിലെ അഥവാ ആമാശയരസത്തിലെ പെപ്സിൻ എന്ന എൻസൈം പ്രോട്ടീനിനെ പ്രോട്ടിയോസസും പെപ്റ്റോൺസും ആക്കി മാറ്റും. അതുപോലെ ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന എൻസൈം ലിപ്പിഡിനെ അഥവാ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. മൂന്നാമത്തെ ദഹനമാണ് ഇൻഡസ്റ്റൈനൽ ഡൈജഷൻ. ഇത് നടക്കുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള ഡ്യുവോഡിനം അഥവാ പക്വാശത്തിൽ വെച്ചാണ്. അവിടെ ഈ ദഹനത്തിന് സഹായിക്കുന്ന ഗ്രന്ഥികളാണ് ലിവർ, അതുപോലെ തന്നെ പാൻക്രിയാസ്, ഇൻഡസ്റ്റൈനൽ ഗ്ലാൻഡ്സ്. ഇങ്ങനെ 3 ഗ്രന്ഥികളാണ് ഇതിന് സഹായിക്കുന്നത്. ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ബൈൽ അഥവാ പിത്തരസം. അതിൽ എൻസൈമുകളൊന്നുമില്ല എങ്കിലും കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് അഥവാ ആഗ്നേയരസം. ഇൻഡസ്റ്റൈനൽ ഗ്ലാൻഡ്സ് ഉണ്ടാക്കുന്ന ദഹനരസമാണ് ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. അതിലാദ്യം പാൻക്രിയാറ്റിക് ജ്യൂസ് അഥവാ ആഗ്നേയരസത്തിലെ എൻസൈമുകൾ നോക്കാം. അതിലുള്ള എൻസൈമുകളാണ് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസസ്, അമിലേസസ്, ലിപ്പേസസ് ആൻഡ് ന്യൂക്ലിയേസസ്. അത് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, കാർബോക്സി, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് എന്നിവ ഇനാക്റ്റീവ് ഫോമാണ്. അവയുടെ ആക്റ്റീവ് ഫോമാണ് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്. ഇവ പ്രോട്ടീൻസ്, പെപ്റ്റോൺസ്, പ്രോട്ടിയോസസ് എന്നിവയെ ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നു. അതുപോലെ പാൻക്രിയാറ്റിക് അമിലേസ് എന്ന എൻസൈം ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന അവശേഷിക്കുന്ന സ്റ്റാർച്ചിനെ അഥവാ അന്നജത്തിനെ അഥവാ പോളിസാക്കറൈഡുകളെ ഡൈസാക്കറൈഡുകളാക്കി മാറ്റുന്നു. അതുപോലെ പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന എൻസൈം കൊഴുപ്പുകളെ, ലിപ്പിഡുകളെ ഡൈഗ്ലിസറൈഡ്സും മോണോഗ്ലിസറൈഡ്സും ആക്കി മാറ്റുന്നു. ന്യൂക്ലിയേസസ് എന്ന എൻസൈം ന്യൂക്ലിക് ആസിഡുകളെ, DNA RNA പോലെ ന്യൂക്ലിക് ആസിഡുകളെ ന്യൂക്ലിയോടൈഡുകളും ദെൻ ന്യൂക്ലിയോസൈഡുകളാക്കി മാറ്റുന്നു. അതുപോലെ ഇൻഡസ്റ്റൈനൽ ജ്യൂസ്, അതിൽ പറയുന്ന മറ്റൊരു പേരാണ് സക്കസ് എൻഡറിക്കസ്. അതിലുള്ള എൻസൈമുകളാണ് ഡൈസാക്കറിഡേസസ്, ഡൈപെപ്റ്റിഡേസസ്, ലിപ്പേസസ്, ന്യൂക്ലിയോസിഡേസസ്. ഓരോന്നിനും ധർമ്മം നോക്കാം. ഡൈപെപ്റ്റിഡേസസ് ഡൈപെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. അതുപോലെ ഡൈസാക്കറിഡേസസ്, അതിന് ഉദാഹരണമാണ് മാൾട്ടേസ്, ലാക്ടേസ് തുടങ്ങിയവ. അതിൽ മാൾട്ടേസ് മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ലാക്ടേസ് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്നു. സൂക്രേസ് സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. ഇനിയുള്ളത് ന്യൂക്ലിയോസിഡേസസ് ആണ്. ന്യൂക്ലിയോസിഡേസസ് ന്യൂക്ലിയോടൈഡുകളെ ന്യൂക്ലിയോസൈഡുകളാക്കി തുടർന്ന് ഷുഗറും ബേസസുമാക്കി മാറ്റുന്നു. ലിപ്പേസസ് ഉണ്ട്. ലിപ്പേസസ് എന്ത് ചെയ്യുന്നു? ഡൈഗ്ലിസറൈഡുകളെയും മോണോഗ്ലിസറൈഡുകളെയും ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റും. ഇങ്ങനെ ദഹനം പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്തത് ഭക്ഷണത്തിന്റെ ആഗിരണമാണ്, അബ്സോർഷൻ ആണ്. ഇത് ബിഗിൻസ് ഫ്രം ദ റിമൈനിങ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് കംപ്ലീറ്റഡ് ഫ്രം ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഈ ആഗിരണം ആരംഭിക്കുന്നത് ചെറുകുടലിലും അവസാനിക്കുന്നത് വൻകുടലിലുമാണ്. പ്രധാനമായും ചെറുകുടലിലെ വില്ലെ എന്നറിയപ്പെടുന്ന ഫിംഗർ ലേക്ക് പ്രൊജക്ഷൻസ്, ചെറുവിരലിന്റെ പോലെയുള്ള ഭാഗങ്ങളുണ്ട്. അതിലേക്കാണ് പ്രധാനമായ ആഗിരണം നടക്കുന്നത്. വില്ലസിലുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്കും അഥവാ രക്തലോമിയകളിലേക്കും അതുപോലെ ലിംഫ് ഡക്ട്, അതിന്റെ പേരാണ് ലാക്ടിയൽ, അതിലേക്കുമാണ് പ്രധാനമായും ആഗിരണം നടക്കുന്നത്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ഇൻടു ദ ബ്ലഡ് കാപ്പിലറീസ്.
അതുപോലെ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ അബ്സോർബ് ടു ദ ലിംഫ് ഓഫ് ലാക്റ്റിയൻ. ഇനി ആഗിരണത്തിന് സഹായിക്കുന്ന ചില പ്രക്രിയകൾ ഒന്ന് പരിചയപ്പെടാം. പ്രധാനമായി 4 പ്രക്രിയകളാണുള്ളത്. ഒന്ന് സിമ്പിൾ ഡിഫ്യൂഷൻ, വേറൊന്ന് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ the movement of molecules from their higher concentration to lower concentration through a membrane. അതായത് ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ ഒഴുക്കിനെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതുവഴി ആഗിരണം ചെയ്യപ്പെടുന്ന പദാർത്ഥങ്ങളാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോൾ. അടുത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഇറ്റ് ഹാപ്പൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദ സെൽ മെംബ്രെയിൻ. അതായത് കോശ സ്തരത്തിൽ കാണപ്പെടുന്ന ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഉദാഹരണം, അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് സം അമിനോ ആസിഡ്സ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകളുടെ ആഗിരണം നടക്കുന്നത് ഇപ്രകാരമാണ്. ഓസ്മോസിസ് ആണ്. ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് ഓസ്മോസ് എന്ന പ്രക്രിയ വഴിയാണ്. അടുത്തത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. It takes place by utilizing energy and with the help of certain carrier proteins. അതായത് ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താലാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞ സിമ്പിൾ ഡിഫ്യൂഷൻ, അതുപോലെ തന്നെ ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നതിൽ നിന്ന് വ്യത്യസ്തമാണിത്. ആദ്യം പറഞ്ഞ 3 എണ്ണവും ഊർജ്ജോപയോഗം ഇല്ലാണ്ട് നടക്കുന്നതാണ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കാണ് നടക്കുന്നത്. ഇത് മാത്രം ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നു. എക്സാമ്പിൾ, അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് സോൾട്ട്സ്. ഗ്ലൂക്കോസിന് ചില സമയത്തുള്ള ആഗിരണവും അതുപോലെ ലവണങ്ങളുടെ ആഗിരണം നടക്കുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. അപ്പോൾ ശ്വസനം എന്നത് എന്താണെന്ന് നോക്കാം. ഓക്സിജനെ സ്വീകരിച്ച് ആ ഓക്സിജനെ കോശങ്ങൾ വെച്ച് ഊർജ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി തുടർന്നുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും ജലാംശത്തെയും പുറന്തള്ളുന്ന പ്രക്രിയയാണ് ശ്വസനം. സോ റെസ്പിറേഷൻ ഈസ് എ പ്രോസസ് ഓഫ് absorption of intaking of oxygen, utilization of oxygen for releasing energy from the cells, and release of carbon dioxide and water vapor from the body. ഇതിന് സഹായിക്കുന്ന അവയവവ്യവസ്ഥയാണ് റെസ്പിറേറ്ററി സിസ്റ്റം അഥവാ ശ്വസന വ്യവസ്ഥ. നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. നോസ്ട്രിൽസ് അഥവാ നാസാദ്വാരങ്ങൾ, നേസൽ കാവിറ്റി അഥവാ നാസഗഹ്വരങ്ങൾ, ഫാരിങ്സ് അഥവാ ഗ്രസനി, ട്രക്കിയ അഥവാ ശ്വാസനാളം, ബ്രോങ്കസ് അഥവാ ശ്വസനി, ബ്രോങ്കിയോൾസ് ശ്വസനിക, അൽവിയോളെ അഥവാ വായുവറ. ഇതിൽ ബ്രോങ്കസ്, ബ്രോങ്കിയോൾസ്, അൽവിയോളസ് ഇത് 3 കൂടി ചേർന്നിട്ടാണ് ലങ്സ് അഥവാ ശ്വാസകോശങ്ങൾ ഉണ്ടാവുന്നത്. ദ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കെ, ബ്രോങ്കിയോൾസ് ആൻഡ് അൽവിയോളെ ടുഗെദർ ഫോം ദ ലങ്സ്. ശ്വാസകോശങ്ങളുടെ ആവരണമാണ് പ്ലൂറ. അത് കാണപ്പെടുന്ന ദ്രാവകം പ്ലൂറൽ ഫ്ലൂയിഡ് അഥവാ പ്ലൂറാദ്രവം. ഇനി ശ്വസനത്തിൽ എന്തെല്ലാം ഘട്ടങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. റെസ്പിറേഷൻ ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷൻ. ശ്വാസോച്ഛ്വാസം. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് അൽവിയോളർ എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ഓക്സിജൻ അടങ്ങിയ ശ്വാസം അഥവാ വായു ഉള്ളിലേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ വായു പുറന്തള്ളുന്നു. ഇതാണ് ബ്രീത്തിങ് അഥവാ പൾമണറി വെന്റിലേഷൻ അഥവാ ശ്വാസോച്ഛ്വാസം. സെക്കൻഡ് സ്റ്റെപ്പ്, ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് അക്രോസ് അൽവിയോളർ മെംബ്രെയിൻ. അതായത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾ അൽവിയോളസിന്റെ വായുറയുടെ ഭിത്തിയിലൂടെ ഡിഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്. തേർഡ് സ്റ്റെപ്പ്, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്. രക്തം വഴി ഈ വാതകങ്ങളെ സംവഹനം ചെയ്യുന്നു. ഫോർത്ത് പ്രോസസ്, ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. രക്തവും കലകളും തമ്മിൽ ഈ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും കൈമാറുന്നു. യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽസ് ഫോർ കാറ്റബോളിക് റിയാക്ഷൻസ് ആൻഡ് റിസൾട്ടന്റ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജനെ കോശങ്ങൾ വെച്ച് ഉപയോഗപ്പെടുത്തുന്നു. അടുത്തത് ശ്വാസോച്ഛ്വാസം അഥവാ ബ്രീത്തിങ്. ഇതിന് 2 ഘട്ടങ്ങൾ. ഇൻസ്പിരേഷൻ അഥവാ ഉച്ഛ്വാസം,
എക്സ്പിരേഷൻ അഥവാ നിശ്വാസം. സോ ബ്രീത്തിങ് ഇൻവോൾവ്സ് 2 സ്റ്റേജസ്, ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. അതിൽ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്, ഉച്ഛ്വാസം എന്ന് പറയുന്നത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കലാണ്. ഇൻസ്പിരേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ഓഫ് എയർ. എക്സ്പിരേഷൻ അഥവാ നിശ്വാസം എന്ന് പറയുന്നത് ശ്വാസം പുറത്തുവിടലാണ്, അഥവാ ഗിവിംഗ് ഔട്ട് ഓഫ് എയർ ഈസ് കോൾഡ് എക്സ്പിരേഷൻ. ഇങ്ങനെയുള്ള ബ്രീത്തിങ് അഥവാ ശ്വാസോച്ഛ്വാസത്തിന് സഹായിക്കുന്നത് 2 തരത്തിലുള്ള പേശികളാണ്. ഒന്ന് ഡയഫ്രത്തിലെയും മറ്റൊന്ന് വാരിയലുകളുടെ ഇടയിൽ കാണപ്പെടുന്ന പേശികളുടെയുമാണ് സഹായത്താലാണ്. സോ ഡയഫ്രം ആൻഡ് സ്പെഷ്യലൈസ്ഡ് മസിൽസ് സീൻ ബിറ്റ്വീൻ ദ റിബ്സ് ആർ ഹൈലി ഹെൽപ്ഫുൾ ഫോർ ദിസ് പ്രോസസ്. ആ വാരിയലുകൾക്കിടയിൽ കാണപ്പെടുന്ന പേശികൾക്ക് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. ഇനി അവ എങ്ങനെ സഹായിക്കും നോക്കാം. ഇൻസ്പിരേഷൻ അഥവാ ഉച്ഛ്വാസം, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതാണെന്ന് പറഞ്ഞു. അതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഇൻസ്പിരേഷൻ ടേക്സ് പ്ലേസ് ഡ്യൂ ടു ദ കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആൻഡ് എബോ മെൻഷൻഡ് മസിൽസ്. ഉച്ഛ്വാസം എന്നത് സംഭവിക്കുന്നത് ഡയഫ്രത്തിന്റെയും പേശികളുടെയും സങ്കോചത്താലാണ്. എക്സ്പിരേഷൻ ടേക്സ് പ്ലേസ് ഡ്യൂ ടു ദ റിലാക്സേഷൻ ഓഫ് ഡയഫ്രം ആൻഡ് മസിൽസ്. നിശ്വാസം എന്നത് സംഭവിക്കുന്നത് ഡയഫ്രത്തിന്റെയും പേശികളുടെയും റിലാക്സേഷനിലൂടെയാണ്, പൂർവാവസ്ഥ പ്രാപിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ശ്വാസോച്ഛ്വാസത്തിലെ ഉച്ഛ്വാസത്തിന് ശേഷം സംഭവിക്കുന്ന അടുത്ത പ്രക്രിയയാണ് സെല്ലുലാർ റെസ്പിരേഷൻ അഥവാ കോശശ്വസനം. ഇതിന് 2 ഘട്ടങ്ങൾ, ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം. ഗ്ലൈക്കോളിസിസ് സംഭവിക്കുന്നത് കോശദ്രവ്യത്തിൽ വെച്ചാണ്. ഹിയർ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻടു പൈറുവിക് ആസിഡ് ആൻഡ് 2 ATP മോളിക്യൂൾസ് ആർ ഫോംഡ്. ഇവിടെ ഗ്ലൂക്കോസ് എന്നത് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു, ഒപ്പം 2 ATP തന്മാത്രകളും ഉണ്ടാവുന്നു. ക്രബ് സൈക്കിൾ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ മൈറ്റോകോൺഡ്രിയ ആൻഡ് ഹിയർ പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ, ആൻഡ് along with this 28 ATP molecules are produced. ക്രബ്സ് പരിവൃത്തി സംഭവിക്കുന്നത് മൈറ്റോകോൺഡ്രിയയിൽ വെച്ചാണ്. ഇവിടെ നേരത്തെ ഉണ്ടായ പൈറുവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറുന്നു, ഒപ്പം 28 ATP തന്മാത്രകളും ഉണ്ടാവുന്നു. ഇനി നമുക്ക് റെസ്പിറേറ്ററി വോളിയംസും മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, ടൈഡൽ വോളിയം അഥവാ TV. വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിംഗ് എ നോർമൽ റെസ്പിറേഷൻ. സാധാരണ ശ്വാസോച്ഛ്വാസം വഴി ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന വായുവിന്റെ അളവ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 500 ml. നെക്സ്റ്റ്, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം IRV. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ. ശക്തമായ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കാവുന്ന വായുവിന്റെ അളവ്. ദിസ് ആവറേജസ് 2500 ml to 3000 ml. എക്സ്പിരേറ്ററി റിസർവ് വോളിയം ERV. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. ശക്തമായ നിശ്വാസത്തിലൂടെ പുറത്തുവിടാവുന്ന വായുവിന്റെ അളവ്. ദിസ് ആവറേജസ് 1000 ml to 1100 ml. റെസിഡ്യൂൽ വോളിയം അഥവാ RV. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. ശക്തമായ നിശ്വാസത്തിന് ശേഷവും ശ്വാസകോശങ്ങളിൽ അവശേഷിക്കുന്ന വായുവിന്റെ അളവ്. ദിസ് ആവറേജസ് 1100 ml to 1200 ml. അടുത്തത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, വാതകങ്ങളുടെ സംവഹനം. ഓക്സിജൻ ട്രാൻസ്പോർട്ട്, ഓക്സിജന്റെ സംവഹനം. 97% oxygen is transported by RBC in the form of oxyhemoglobin. Remaining 3% is transported by plasma. ഓക്സിജന്റെ സംവഹനം നടക്കുന്നത് അരുടെ രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ വഴിയാണ്. 97% സംവഹനം നടക്കുന്നത് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന രൂപത്തിൽ. ബാക്കി വരുന്ന 3% പ്ലാസ്മയിൽ ലയിച്ച രൂപത്തിൽ. കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് 23% carbon dioxide transport takes place by RBC in the form of carbaminohemoglobin. 23% സംഭവിക്കുന്നത് RBCയിലെ അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോഹീമോഗ്ലോബിൻ എന്ന രൂപത്തിൽ. 70% in the form of bicarbonate. 7% by plasma. ഇത്രയുമാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് അഥവാ വാതക സംവഹനം. ഇനി മറ്റൊരു
ശ്വസനമാണ് അനേറോബിക് റെസ്പിറേഷൻ അഥവാ അവായു ശ്വസനം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫെർമെന്റേഷൻ. രണ്ട് തരത്തിലുണ്ട്, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും ആൽക്കഹോളിക് ഫെർമെന്റേഷനും. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ കോമൺലി ടേക്സ് പ്ലേസ് ഇൻ ബാക്ടീരിയ. സാധാരണ ബാക്ടീരിയയിലാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ സംഭവിക്കുന്നത്. ഇവിടെ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡുമായും തുടർന്ന് ലാക്റ്റിക് ആസിഡുമായിട്ടും മാറുന്നു. Here glucose is converted into pyruvic acid then to lactic acid. അതുപോലെ ഈസ്റ്റ് പോലുള്ള സൂക്ഷ്മജീവികൾ സംഭവിക്കുന്നതാണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ഇവിടെ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായും തുടർന്ന് ആൽക്കഹോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഗ്ലൂക്കോസ് ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻടു പൈറുവിക് ആസിഡ് ദെൻ ടു ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ശ്വസനപഥവുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങളാണ്. ഒന്ന് ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശാർബുദം, എംഫിസീമ, അതുപോലെ ബ്രോങ്കൈറ്റിസ്. എംഫിസീമ ഇസ് ദ റപ്ചറിംഗ് ഓഫ് അൽവിയോളെ. വായുവറകൾ പൊട്ടുന്നതാണ് എംഫിസീമ. ബ്രോങ്കൈറ്റിസ് ഇസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കസ്. ബ്രോങ്കസിനുണ്ടാവുന്ന ശ്വസനിക്കുണ്ടാവുന്ന വീക്കമാണ് ബ്രോങ്കൈറ്റിസ്. ഈ മൂന്ന് അസുഖങ്ങൾക്കും പ്രധാന കാരണം പുകവലിയാണ്. അടുത്തത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, ശരീരദ്രവങ്ങളും അവയുടെ ചംക്രമണം. ശരീരദ്രവത്തിൽ ഏറ്റവും പ്രധാനിയാണ് ബ്ലഡ് അഥവാ രക്തം. ഇതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്, പ്ലാസ്മ അതുപോലെ ഫോംഡ് എലമെന്റ്സ്. പ്ലാസ്മ ഫോംസ് 55% ഓഫ് ടോട്ടൽ ബ്ലഡ്. ആകെ രക്തത്തിന്റെ 55% പ്ലാസ്മയാണ്. അതിൽ തന്നെ 90 to 92% വാട്ടർ ആൻഡ് 7 to 8% പ്രോട്ടീൻസ്. പ്ലാസ്മയുടെ 90 മുതൽ 92% വരെ ജലവും 7 മുതൽ 8% വരെ പ്രോട്ടീനുകളുമാണ്. പ്ലാസ്മ പ്രോട്ടീൻസ് ആർ ഓഫ് 3 types: ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ ആൻഡ് ആൽബുമിൻ. പ്ലാസ്മ പ്രോട്ടീനുകൾ 3 തരം: ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻസ് ആൻഡ് ആൽബുമിൻസ്. അതിൽ ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ഫൈബ്രിനോജൻ ഈസ് എസെൻഷ്യൽ ഫോർ ക്ലോട്ടിംഗ് ഓർ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ഗ്ലോബുലിൻസ് ഇൻവോൾവ് ഇൻ ഡിഫൻസ് മെക്കാനിസം. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നതാണ് ഗ്ലോബുലിൻസ്. ആൽബുമിൻസ് ഹെൽപ്പ് ഇൻ ഓസ്മോട്ടിക് ബാലൻസ് ഓർ റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതാണ് ആൽബുമിൻസ്. പ്ലാസ്മ വിത്തൌട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് സീറം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളില്ലാത്ത പ്ലാസ്മ ഭാഗത്തിന് പറയുന്ന പേരാണ് സീറം. അടുത്ത ഫോംഡ് എലമെന്റ്സ് ആണ് എറിത്രോസൈറ്റ്സ് അഥവാ ചുവന്ന രക്താണുക്കൾ, അരുണ രക്താണുക്കൾ, ല്യൂക്കോസൈറ്റ്സ് അഥവാ വെളുത്ത രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ്. ഇത്രയുമാണ് ഫോംഡ് എലമെന്റ്സ്. എറിത്രോസൈറ്റ്സ് ഓർ റെഡ് ബ്ലഡ് സെൽസ് ഓർ RBC, ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ. അവയുടെ എണ്ണം 1 മില്ലിമീറ്റർ ക്യൂബ് രക്തത്തിൽ 5 മില്യൺ മുതൽ 5.5 മില്യൺ വരെയാണ്. ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. RBCs are formed in red bone marrow. This process is called erythrocytosis. ഇതിന് പറയുന്ന പേരാണ് എറിത്രോസൈറ്റോസിസ്. സാധാരണ ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം എന്ന് പറയുന്നത്, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്, 120 ദിവസമാണ്. ചുവന്ന രക്താണുക്കളിൽ ന്യൂക്ലിയസോ മറ്റു കോശാംഗങ്ങളോ കാണപ്പെടുന്നില്ല. ഇതിൽ ഹീമോഗ്ലോബിൻ ആണ് കാണപ്പെടുന്നത്. സാധാരണ ഒരു വ്യക്തിയുടെ ഹീമോഗ്ലോബിന്റെ അളവ് എന്ന് പറയുന്നത്, ഉണ്ടായിരിക്കേണ്ട ഹീമോഗ്ലോബിന്റെ അളവ് എന്ന് പറയുന്നത് 100 ml രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം വരെയാണ്. ല്യൂക്കോസൈറ്റ്സ് ഓർ വൈറ്റ് ബ്ലഡ് സെൽസ് ഓർ WBC, ശ്വേതരക്താണുക്കൾ, അവയുടെ എണ്ണം 6000 മുതൽ 8000 വരെ 1 മില്ലിമീറ്റർ ക്യൂബ് രക്തത്തിൽ. രണ്ട് പ്രധാന വിഭാഗങ്ങൾ, ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സ് ആർ ഓഫ് 3 types: ബേസോഫിൽ, ഈസിനോഫിൽ ആൻഡ് ന്യൂട്രോഫിൽ. ഓർക്കാൻ ബെൻ എന്ന് ഓർത്താൽ മതി. എഗ്രാനുലോസൈറ്റ്സ് ആർ ഓഫ് 2 types: മോണോസൈറ്റ്സ് ആൻഡ് ലിംഫോസൈറ്റ്സ്. മോൾ എന്ന് ഓർക്കാം. ശ്വേതരക്താണുക്കളിൽ അഥവാ ല്യൂക്കോസൈറ്റ്സ്, അതിൽ 2 തരത്തിലുള്ള കോശങ്ങൾ, ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ്സ് ആർ ഓൾസോ കോൾഡ് ഫാഗോസൈറ്റ്സ്. ശ്വേതരക്താണുക്കളിലെ ന്യൂട്രോഫില്ലുകളും മോണോസൈറ്റുകളും ഫാഗോസൈറ്റുകൾ എന്നും അറിയപ്പെടുന്നു. ഇവയെല്ലാം തന്നെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നവയാണ്.
platelets are also called thrombocytes. They are produced from megakaryocytes, specialized cells in the bone marrow. അസ്ഥിമജ്ജയിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളായ മെഗാകാരിയോസൈറ്റുകളിൽ നിന്നാണ് പ്ലേറ്റ്ലെറ്റുകൾ അഥവാ ത്രോംബോസൈറ്റുകൾ ഉണ്ടാക്കപ്പെടുന്നത്. ഇതിന്റെ സാധാരണ അളവ് 1 മില്ലിമീറ്റർ ക്യൂബ് രക്തത്തിൽ 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ്. ഇതിന്റെ ധർമ്മം ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് അഥവാ രക്തം കട്ടപിടിക്കൽ. അടുത്തത് രക്തഗ്രൂപ്പുകൾ. പലതരത്തിൽ രക്തഗ്രൂപ്പുകളുണ്ട്. നമുക്ക് വളരെ പരിചിതമായ 2 തരത്തിലുള്ള രക്തഗ്രൂപ്പുകളാണ് ABO ഗ്രൂപ്പിംഗ് ആൻഡ് RH ഗ്രൂപ്പിംഗ്. അതിൽ ABO ഗ്രൂപ്പിംഗ് പ്രകാരം മനുഷ്യന്റെ രക്തഗ്രൂപ്പുകൾ 4 തരത്തിൽ: A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ് ആൻഡ് O ഗ്രൂപ്പ്. ഇതിന്റെ അടിസ്ഥാനം 2 തരത്തിലുള്ള ആന്റിജനുകളുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ ആണ്. ABO grouping is based on the presence or absence of 2 surface antigens on the RBC, namely A and B. A, B എന്നീ ആന്റിജനുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അസാന്നിധ്യമാണ് ABO ഗ്രൂപ്പിംഗിന് അടിസ്ഥാനം. രക്തത്തിലെ പ്ലാസ്മയിൽ 2 തരത്തിലുള്ള ആന്റിബോഡികൾ കാണപ്പെടുന്നുണ്ട്: A ആന്റിബോഡിയും B ആന്റിബോഡിയും. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഗ്രൂപ്പിന്റെ പേര് എന്നത് നോക്കാം. ഒരു വ്യക്തിയുടെ രക്തത്തിൽ, ചുവന്ന രക്തവാഹിനിയുടെ ഉപരിതലത്തിൽ A ആന്റിജൻ ഉണ്ടെങ്കിൽ ആ രക്തഗ്രൂപ്പിന്റെ പേര് A. ഇഫ് ആന്റിജൻ A is present on the surface of RBC, the group is A. ഇദ്ദേഹത്തിന്റെ പ്ലാസ്മയിൽ ആന്റിബോഡി B ആണ് കാണപ്പെടുക. ഇനി B ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ RBCയിൽ, ചുവന്ന രക്താണുവിൽ B ആന്റിജനും പ്ലാസ്മയിൽ A ആന്റിബോഡിയും കാണപ്പെടുന്നു. AB ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ ചുവന്ന രക്താണുവിന്റെ ഉപരിതലത്തിൽ A ആന്റിജനും B ആന്റിജനും കാണപ്പെടും. പ്ലാസ്മയിൽ A ആന്റിബോഡിയോ B ആന്റിബോഡിയോ കാണപ്പെടില്ല. O ഗ്രൂപ്പ് ആന്റിജൻ Aയും Bയും ഇല്ല. In the case of O group, antigen A and B are totally absent. At the same time, antibody A and B are present. അതേസമയം പ്ലാസ്മയിൽ A ആന്റിബോഡിയും B ആന്റിബോഡിയും കാണും. ഇതാണ് A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ് എന്നീ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനം. സാധാരണയായി A ആന്റിജൻ A ആന്റിബോഡിയോട് പ്രവർത്തിക്കുന്നു. അതുപോലെ B ആന്റിജൻ B ആന്റിബോഡിയോട് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചാൽ അഗ്ലൂട്ടിനേഷൻ അഥവാ രക്തം കട്ടപിടിക്കൽ സംഭവിക്കുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ഒരാൾക്ക് ആരുടെയെല്ലാം രക്തഗ്രൂപ്പ് ചേർക്കാൻ പറ്റുമെന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ നമുക്ക് A ഗ്രൂപ്പ് ആർക്കെല്ലാം നൽകാമെന്ന് നോക്കാം. A ഗ്രൂപ്പിൽ ആന്റിജൻ A ഉണ്ട്, ആന്റിബോഡി B ഉണ്ട്. അതുകൊണ്ട് ആന്റിബോഡി A ഉള്ള ഗ്രൂപ്പുകൾക്ക് ഇത് നൽകാനാവില്ല. അതായത് A ഗ്രൂപ്പ് B ഗ്രൂപ്പിനോ O ഗ്രൂപ്പിനോ നൽകാനാവില്ല. പകരം A ഗ്രൂപ്പ് ആർക്ക് മാത്രം നൽകാം? A ഗ്രൂപ്പിനും AB ഗ്രൂപ്പിനും നൽകാം. B ഗ്രൂപ്പ് B ഗ്രൂപ്പിനും AB ഗ്രൂപ്പിനും നൽകാം. AB ഗ്രൂപ്പിൽ 2 ആന്റിജനുകൾ ഉള്ളത് കൊണ്ട് തന്നെ AB ഗ്രൂപ്പ് ആർക്ക് മാത്രമേ നൽകാനാവുള്ളൂ? AB ഗ്രൂപ്പിന് മാത്രമേ നൽകാനാവുള്ളൂ. O ഗ്രൂപ്പിൽ ആന്റിജനുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് O ഗ്രൂപ്പ് എന്ത് ചെയ്യാം? ബാക്കി എല്ലാ ഗ്രൂപ്പുകാർക്കും കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കാവുന്ന ഗ്രൂപ്പ് ആയതുകൊണ്ട് O ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നു. O group can be donated to all other groups. Therefore, O group is commonly known as universal donor. മറ്റൊരു ഗ്രൂപ്പിംഗ് ആണ് RH ഗ്രൂപ്പിംഗ്. ഇത് പ്രകാരം 2 രക്തഗ്രൂപ്പുകൾ, RH പോസിറ്റീവ് ആൻഡ് RH നെഗറ്റീവ്. ഇതിന്റെ അടിസ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആന്റിജൻ, സർഫേസ് ആന്റിജന്റെ സാന്നിധ്യമോ അസാന്നിധ്യമോ ആണ്. ആ ആന്റിജന്റെ പേരാണ് RH ആന്റിജൻ അഥവാ ആന്റിജൻ D അഥവാ റീസസ് ആന്റിജൻ. ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് റീസസ് കുരങ്ങിലായതുകൊണ്ടാണ് ഈ പേര് വന്നത്. RH ആന്റിജൻ ഉണ്ടെങ്കിൽ RH പോസിറ്റീവും, RH ആന്റിജൻ ഇല്ലെങ്കിൽ RH നെഗറ്റീവും. ഇനി A ആന്റിജൻ B ആന്റിജൻ എന്നിവയെ പോലെ RH ആന്റിജന് പ്രകൃതിയാൽ ആന്റിബോഡികൾ ഇല്ല. പക്ഷേ RH ഘടകം ഇല്ലാത്ത അഥവാ RH ആന്റിജൻ ഇല്ലാത്ത ഒരു രക്തത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ സാവധാനത്തിൽ അതിനെതിരെ ആന്റിബോഡികൾ ഉണ്ടാക്കപ്പെടുന്നു.
അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അടുത്തത് രക്തം കട്ടപിടിക്കൽ, ബ്ലഡ് ക്ലോട്ടിംഗ്. ഇറ്റ് ഇസ് എ കോംപ്ലക്സ് പ്രോസസ്. വളരെ സങ്കീർണമായ പ്രക്രിയയാണ് രക്തം കട്ടപിടിക്കൽ അഥവാ ബ്ലഡ് ക്ലോട്ടിംഗ്. അതിന്റെ പ്രധാന ഘട്ടങ്ങൾ മാത്രം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മുറിവേറ്റ ഭാഗത്ത് കൂടെയാണ് രക്തം പുറത്തു വരിക. അങ്ങനെ പുറത്തു വരുമ്പോൾ ആ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളും അതുപോലെ തന്നെ അവിടുത്തെ നശിച്ചു പോയിട്ടുള്ള കലകളും, ദ ഡാമേജ് ടിഷ്യൂസ് ആൻഡ് ദ പ്ലേറ്റ്ലെറ്റ്സ്, ദേ ആർ എക്സ്പോസ്ഡ് ടു എയർ. വായുവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നു. ആൻഡ് ദേ ഫോം ത്രോംബോപ്ലാസ്റ്റിൻ എൻ എൻസൈം. അവരിൽ നിന്നും ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈം പുറത്തു വരുന്നു. ആൻഡ് ദിസ് ത്രോംബോപ്ലാസ്റ്റിൻ കൺവേർട്സ് പ്രോത്രോംബിൻ ഇൻ പ്ലാസ്മ ഇൻ ടു ത്രോംബിൻ. അതായത് പ്രോത്രോംബിൻ എന്നത് ഒരു ഇനാക്റ്റീവ് പ്രോട്ടീൻ ആണ്. അതിനെ ആക്റ്റീവ് ആക്കി മാറ്റുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈമാണ്. അപ്പോൾ പ്രോത്രോംബിൻ എന്നത് ത്രോംബിൻ എന്ന ആക്റ്റീവ് ഫോമിലേക്ക് മാറും. ഈ പ്രവർത്തനത്തിന് കാൽസ്യം അയോണുകളും വൈറ്റമിൻ കെയും ആവശ്യമാണ്. ഈ ത്രോംബിൻ ആവട്ടെ മറ്റൊരു പ്ലാസ്മ പ്രോട്ടീനായ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കി മാറ്റുന്നു. ദിസ് ത്രോംബിൻ കൺവേർട്സ് അനദർ പ്ലാസ്മ പ്രോട്ടീൻ കോൾഡ് ഫൈബ്രിനോജൻ ഇൻ ടു ഫൈബ്രിൻ ഫൈബേഴ്സ്. ഈ ഫൈബ്രിൻ നാരുകൾക്കിടയിൽ ചുവന്ന രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും കുടുങ്ങിയിട്ട് രക്തക്കട്ടയായിട്ട് മാറുന്നു. The RBCs and platelets are entangled, are trapped in the fibrin network or fibrin fibers and they form the blood clot. അതാണ് ബ്ലഡ് ക്ലോട്ട് ആയിട്ട് മാറുന്നത് അഥവാ രക്തക്കട്ടയായിട്ട് മാറുന്നത്. ഇനി സാധാരണ ജീവികളിൽ രണ്ട് തരത്തിലുള്ള സർക്കുലേറ്ററി പാത്വേസ് ആണുള്ളത്. രണ്ട് തരത്തിലുള്ള രക്തപര്യന വ്യവസ്ഥകൾ കാണാം. ഒന്ന് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, തുറന്ന രക്തപര്യന വ്യവസ്ഥ. മറ്റൊന്ന് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ. ഇൻ കേസ് ഓഫ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, the blood pumped by the heart passes through large vessels into open spaces or body cavities called sinuses. അതായത് തുറന്ന രക്തപര്യന വ്യവസ്ഥയിൽ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം വലിയ കുഴലുകളിലൂടെയും അറകളുടെയും ശരീര അറകളുടെയും ഒഴുകിപ്പോകുന്നു. സാധാരണ ഇത് കാണപ്പെടുന്നത് ആർത്രോപോഡുകളിലും മൊളസ്കുകളിലുമാണ്. ദിസ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് കോമൺലി സീൻ ഇൻ ദ കേസ് ഓഫ് ആർത്രോപോഡ്സ് ആൻഡ് മൊളസ്ക. മറ്റൊന്ന് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ. Here the blood pumped by the heart is always circulated through a closed network of blood vessels. അതായത് ഇവിടെ അടഞ്ഞ രക്തക്കുഴലുകളിലൂടെയാണ് രക്തം പമ്പ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ അടഞ്ഞ രക്തപര്യനം എന്ന് പറയുന്നു. ഉദാഹരണം അനലിഡുകൾ, അതുപോലെ തന്നെ കശേരുകികൾ. അനലിഡ്സ് ആൻഡ് കോഡേറ്റ്സ് ഹാവ് ദിസ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. ഇനി നമുക്ക് രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന അവയവമായിട്ടുള്ള ഹൃദയത്തിനെ പറ്റി പറയാം. ഹൃദയം എല്ലാ കശേരുകികളിലും കാണപ്പെടുന്നുണ്ട്. അതിന്റെ അറകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള കശേരുകിയായിട്ടുള്ള കോഡേറ്റ് ആയിട്ടുള്ള ഫിഷ് അഥവാ മത്സ്യങ്ങളിൽ 2 അറ, ആംഫിബിയൻ അഥവാ ഉഭയജീവികളിൽ 3 അറ, റെപ്റ്റൈൽസ് അഥവാ ഉരക വർഗങ്ങളിൽ 3 അറയാണ്. എങ്കിലും അവിടെ മുതല, ചീങ്കണ്ണി, ക്രൊക്കഡൈൽസ് ആൻഡ് അലിഗേറ്റേഴ്സ് അവർക്ക് മാത്രം വ്യക്തമായ 4 അറകൾ ഹൃദയത്തിന് കാണുന്നുണ്ട്. പക്ഷികളിലും സസ്തനികളിലും ഏവ്സ് ആൻഡ് മാമ്മൽസ് ഇവർക്ക് 2 കൂട്ടർക്കും 4 അറകളോട് കൂടിയ ഹൃദയമാണ് കാണപ്പെടുന്നത്. മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥയ്ക്ക് ഹാർട്ട് അഥവാ ഹൃദയം, ബ്ലഡ് അഥവാ രക്തം, ബ്ലഡ് വെസൽസ് അഥവാ രക്തക്കുഴലുകൾ. രക്തക്കുഴലുകൾ 3 തരം: ആർട്ടറി, വെയിൻ ആൻഡ് കാപ്പിലറി. ധമനി, സിര, ലോമിക. ഹൃദയത്തിന്റെ ആവരണത്തിന് പറയുന്ന പേരാണ് പെരികാർഡിയം. നമ്മുടെ ഹൃദയത്തിന് 4 അറകൾ, 2 ആട്രിയങ്ങളും 2 വെൻട്രിക്കിളുകളും. ഈ ആട്രിയങ്ങൾ തമ്മിൽ ബന്ധമില്ല, വെൻട്രിക്കിളുകൾ തമ്മിലും ബന്ധമില്ല. എന്നാൽ ഓരോ ആട്രിയവും അതിന് താഴെയുള്ള വെൻട്രിക്കിളിലേക്ക് തുറക്കുന്നുണ്ട്. ഈച്ച് ആട്രിയം ഓപ്പൺസ് ടു ദ വെൻട്രിക്കിൾ. ആ ഓപ്പണിങ്ങിനെ, ആ തുറക്കുന്ന ഭാഗത്തെ വാൽവുകൾ കാണാം. സോ ലെറ്റ് us see the valves of our heart. നമ്മുടെ ഹൃദയത്തിലെ വാൽവുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വലത് ആട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്.
the valve seen between right atrium and right ventricle is called tricuspid valve അഥവാ ത്രിദള valve. Then another valve can be seen between the left atrium and left ventricle. That valve is known as bicuspid valve or mitral valve. അതായത് ഇടത് ആട്രിയത്തിനും ഇടത് വെൻട്രിക്കിനും ഇടയിൽ മറ്റൊരു വാൽവ് കാണാം. അതിന്റെ പേരാണ് ബൈകസ്പിഡ് വാൽവ് അഥവാ മിട്രൽ വാൽവ്. അതുപോലെ മഹാധമനി തുടങ്ങുന്ന ഭാഗത്തും ശ്വാസകോശധമനി തുടങ്ങുന്ന ഭാഗത്തും ഓരോ വാൽവുകൾ വീതം കാണാം. Likewise, the valves can be seen at the beginning of aorta and beginning of pulmonary artery. അവയെ സെമി ലൂണാർ വാൽവ്സ് എന്നാണ് പറയുക. അർദ്ധചന്ദ്രാകാര വാൽവ് എന്ന് പറയുന്നു. ഇനി ഹൃദയവുമായി ബന്ധപ്പെട്ട രക്തക്കുഴലുകൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. ഈ സിരകൾ ആട്രിയങ്ങളിലേക്കാണ് തുറക്കുന്നത്. വലത് ആട്രിയത്തിലേക്ക് തുറക്കുന്ന സിരകളാണ് ഊർധ്വമഹാസിര, അതുപോലെ തന്നെ അധോമഹാസിര. ദ വെയിൻസ് ഓപ്പൺ ടു റൈറ്റ് ആട്രിയം ആർ സുപ്പീരിയർ വീനക്കാവ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ. ഇടത് ആട്രിയത്തിൽ തുറക്കുന്ന സിരകളാണ് ശ്വാസകോശ സിരകൾ. The veins open to left atrium is called a pulmonary vein. വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. The arteries begin from the ventricles. വലത് വെൻട്രിക്കിളിൽ തുടങ്ങുന്ന ധമനിയാണ് ശ്വാസകോശ ധമനി. The artery that begins from the right ventricle is known as pulmonary artery. അതുപോലെ ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങുന്ന ധമനിയാണ് മഹാധമനി. ദ ആർട്ടറി ബിഗിൻസ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് നോൺ ആസ് ദ അയോർട്ട. ഇനി ഹൃദയത്തിന്റെ സങ്കോച വികാസത്തിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് ഇമ്പൾസ്, വൈദ്യുത സ്പന്ദനങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യേക ഭാഗമുണ്ട്. അതിന് പറയുന്ന പേരാണ് പേസ് മേക്കർ. ഇറ്റ് ഈസ് സൈനോ ആട്രിയൽ നോഡ് ഓർ എസ് എ നോഡ്, കോമൺലി സീൻ ഇൻ ദ റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദ റൈറ്റ് ആട്രിയം. വലത് ആട്രിയത്തിന്റെ വലത് മുകൾ കോർണറിലായിട്ട് കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള സംവിധാനമാണ് സൈനോ ആട്രിയൽ നോഡ് ഓർ SAN അല്ലെങ്കിൽ പേസ് മേക്കർ എന്ന് പറയും. ഇതിനെ വേണമെങ്കിൽ ഹൃദയത്തിന്റെ ഹൃദയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അടുത്തത് ഹൃദയസ്പന്ദനം എന്താണെന്ന് നോക്കാം. ഹാർട്ട് ബീറ്റ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളെ ഒരുമിച്ച് നമുക്ക് ഹൃദയസ്പന്ദനം എന്ന് പറയാം. അതായത് ആട്രിയങ്ങളുടെ സങ്കോചവും വെൻട്രിക്കിളുകളുടെ സങ്കോചവും. ദ കൺട്രാക്ഷൻ ഓഫ് ആട്രിയ ആൻഡ് കൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾസ്. ഇത്തരത്തിലുള്ള സങ്കോചത്തിന് പറയുന്ന പേരാണ് സിസ്റ്റോൾ. അപ്പോൾ ആട്രിയൽ സിസ്റ്റോൾ ഫോളോഡ് ബൈ വെൻട്രിക്കുലാർ സിസ്റ്റോൾ. അതിനുശേഷം ഹൃദയം വിശ്രമാവസ്ഥ പ്രാപിക്കുന്നു. ഈ വിശ്രമാവസ്ഥ പ്രാപിക്കുന്നതിനാണ് നമ്മൾ ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. അങ്ങനെ സിസ്റ്റോളും ഡയസ്റ്റോളും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. വൺ ഹാർട്ട് ബീറ്റ് മീൻസ് വൺ സിസ്റ്റോൾ ആൻഡ് വൺ ഡയസ്റ്റോൾ. നമ്മുടെ രക്തപര്യനം ഡബിൾ സർക്കുലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ദ്വിപര്യനം എന്ന് അറിയപ്പെടുന്നു. ഇതിൽ രണ്ട് ഘട്ടങ്ങളുണ്ട്, സിസ്റ്റമിക് സർക്കുലേഷൻ ആൻഡ് പൾമണറി സർക്കുലേഷൻ. ഒന്ന് സിസ്റ്റമിക് സർക്കുലേഷനും സിസ്റ്റമിക് പര്യനവും, മറ്റൊന്ന് പൾമണറി പര്യനവും. സിസ്റ്റമിക് സർക്കുലേഷൻ ഇസ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. ഇടത് വെൻട്രിക്കിളും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ഇടയിൽ നടക്കുന്ന രക്തപര്യനമാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അതുപോലെ പൾമണറി പര്യനം അഥവാ പൾമണറി സർക്കുലേഷൻ, ഇറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലങ്സ്. വലത് വെൻട്രിക്കിളും ശ്വാസകോശങ്ങൾക്കും ഇടയിൽ സംഭവിക്കുന്ന രക്തപര്യനമാണ് പൾമണറി സർക്കുലേഷൻ. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്, ഡബിൾ സർക്കുലേഷൻ അഥവാ ദ്വിപര്യനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, വിസർജ്യ വസ്തുക്കളും അവയുടെ പുറന്തള്ളലും അവയുടെ വിസർജനം എന്ന ഭാഗം പരിശോധിക്കാം. വിസർജ്യ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവികളെ മൂന്നായിട്ട് തരംതിരിക്കാം. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് excretory products, we can classify the organisms into three types. They are amonotelic, ureotelic and uricotelic.
അവ അമോണോടെലിക്, യൂറിയോടെലിക് ആൻഡ് യൂറിക്കോടെലിക് എന്നിവയാണ്. അതായത് അമോണിയയാണ് വിസർജ്യ വസ്തു എങ്കിൽ അതിനെ അമോണോടെലിക് എന്ന് പറയും. എക്സാമ്പിൾ മെനി ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫിബിയൻസ് ആൻഡ് അക്വാട്ടിക് ഇൻസെക്ട്സ്. അതേസമയം യൂറിയ ആണ് വിസർജ്യ വസ്തുവെങ്കിൽ അവയെ യൂറിയോടെലിക് എന്ന് പറയുന്നു. ഇഫ് ദ യൂറിയ ഇസ് ദ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ദേ ആർ കോൾഡ് യൂറിയോടെലിക്. മാമ്മൽസ്, മെനി ടെറസ്ട്രിയൽ ആംഫിബിയൻസ് ആൻഡ് മറൈൻ ഫിഷസ്, സസ്തനികൾ, അതുപോലെ തന്നെ കരയിൽ കാണപ്പെടുന്ന ഉഭയജീവികൾ, കടൽ മത്സ്യങ്ങൾ എന്നിവയൊക്കെ യൂറിയോടെലിക് ആണ്. മറ്റൊന്ന് യൂറിക്കോടെലിക്. യൂറിക് ആസിഡ് ആണ് വിസർജ്യ വസ്തു. റെപ്റ്റൈൽസ്, ബേർഡ്സ്, ലാൻഡ് സ്നെയിൽസ് ആൻഡ് ഇൻസെക്ട്സ് ഇവയൊക്കെ യൂറിക്കോടെലിക് ആണ്. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം, മനുഷ്യന്റെ വിസർജന വ്യവസ്ഥ. എ പെയർ ഓഫ് കിഡ്നീസ്, വൺ പെയർ ഓഫ് യൂറേറ്റേഴ്സ്, എ യൂറിനൽ ബ്ലാഡർ ആൻഡ് എ യുറേത്ര. ഒരു ജോഡി വൃക്കകൾ, ഒരു ജോഡി മൂത്രവാഹികൾ, അതുപോലെ തന്നെ ഒരു മൂത്രാശയം അതോ മൂത്രസഞ്ചി, ഒരു മൂത്രനാളി. വൃക്ക ഇതാണ് പ്രധാന വിസർജനാവയവം. ഇതിന്റെ പുറംഭാഗം കോട്ടക്സ്, ഔട്ടർ പാർട്ട് ഈസ് കോട്ടക്സ്, ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡുല്ല. വൃക്കയുടെ അടിസ്ഥാന ഘടകം, ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ഈസ് കോൾഡ് നെഫ്രോൺ. നെഫ്രോൺ ആണ് വൃക്കയുടെ അടിസ്ഥാന ഘടകം. നെഫ്രോണിന്റെ ഭാഗങ്ങൾ ഗ്ലോമർലസും റീനൽ ട്യൂബ്യൂളും. റീനൽ ട്യൂബ്യൂൾ ഹാസ് ദ ഫോളോയിങ് പാർട്സ്: ബൊമാൻസ് ക്യാപ്സ്യൂൾ, proximal convoluted tubule or PCT, Henle's loop, then distal convoluted tubule or DCT. റീനൽ ട്യൂബ്യൂളിന്റെ ഭാഗങ്ങളാണ് നാം ഇപ്പോൾ പറഞ്ഞ ബൊമാൻസ് ക്യാപ്സ്യൂളും പ്രോക്സിമൽ കൺവോല്യൂട്ടഡ് ട്യൂബ്യൂളും ഹെൻലേസ് ലൂപ്പും ഡിസ്റ്റൽ കൺവോല്യൂട്ടഡ് ട്യൂബ്യൂളും. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നത് വൃക്കാധമനിയും പുറത്തു കൊണ്ടുപോകുന്നത് വൃക്കാസിരയുമാണ്. The renal artery brings blood to kidney and the renal vein carries the blood out from the kidney. വൃക്കകത്ത് വെച്ച് ഈ വൃക്കാധമനി അനേക ശാഖകളും ഉപശാഖകളുമായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് വൃക്കകത്ത് കാണപ്പെടുന്ന രക്തക്കുഴലുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് അഫറന്റ് ആർട്ടീരിയോൾ, വേറൊന്ന് ഗ്ലോമർലസ്, ഇഫറന്റ് ആർട്ടീരിയോൾ, പെരിട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്ക്. അതായത് ഇതെല്ലാം വഴിയാണ് രക്തം വൃക്കയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അതിന്റെ പാത്വേ ഒന്ന് പറയുകയാണെങ്കിൽ റീനൽ ആർട്ടറി, അഫറന്റ് ആർട്ടീരിയോൾ, ഗ്ലോമർലസ്, ഇഫറന്റ് ആർട്ടീരിയോൾ, പെരിട്യൂബുലർ കാപ്പിലറി നെറ്റ്വർക്ക് ആൻഡ് റീനൽ വെയിൻ. അതായത് റീനൽ ആർട്ടറി വഴി വൃക്കയിലേക്ക് രക്തം എത്തുന്നു. അത് അഫറന്റ് ആർട്ടീരിയോൾ, ഗ്ലോമർലസ്, ഇഫറന്റ് ആർട്ടീരിയോൾ, പെരിട്യൂബുലർ കാപ്പിലറി നെറ്റ്വർക്ക് എന്നീ വഴി കടന്നു പോകുന്നു. അവസാനം റീനൽ വെയിൻ വഴി പുറത്തേക്ക് എത്തുന്നു. ഇങ്ങനെ രക്തം റീനൽ ആർട്ടറിയിൽ നിന്ന് റീനൽ വെയിൻ വരെ ഒഴുകി പോകുമ്പോൾ, അതായത് അഫറന്റ് ആർട്ടീരിയോൾ, ഗ്ലോമർലസ്, ഇഫറന്റ് ആർട്ടീരിയോൾ, പെരിട്യൂബുലർ നെറ്റ്വർക്ക് എന്നീ വഴികളിലൂടെ ഒഴുകി പോകുമ്പോൾ ആണ് ഇതിന്റെ അരിക്കൽ പ്രക്രിയ നടക്കുന്നതും അതുവഴി മൂത്രം രൂപപ്പെടുന്നതും. സോ ലെറ്റ് us see the urine formation. മൂത്ര രൂപീകരണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് 3 ഘട്ടങ്ങളുണ്ട്: ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, റീഅബ്സോർഷൻ ആൻഡ് സെക്രീഷൻ. ഒന്ന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, സൂക്ഷ്മ അരിക്കൽ അഥവാ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയും. മറ്റൊന്ന് റീഅബ്സോർഷൻ, പുനരാകിരണം, സെക്രീഷൻ, സ്രവണം. ഈ 3 പ്രക്രിയ വഴിയാണ് രക്തത്തിൽ നിന്നും മൂത്രം രൂപീകരിക്കപ്പെടുന്നത്. അതിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന പ്രക്രിയ നടക്കുന്നത്, അഥവാ സൂക്ഷ്മ അരിക്കൽ പ്രക്രിയ നടക്കുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂളിലെ ഗ്ലോമർലസിൽ വെച്ചാണ്. അതിന്റെ നിരക്കെന്ന് പറയുന്നത് 1 മിനിറ്റിൽ 125 ml എന്ന കണക്കാണ്, അഥവാ ഒരു ദിവസം 180 ലിറ്റർ. അങ്ങനെ ആ പ്രക്രിയ വഴി ഉണ്ടാവുന്നതാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. സോ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് ദ ഫിൽട്രേറ്റ് ഫോംഡ് ഡ്യൂ ടു ദ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്നിട്ട് ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ്. രക്തത്തിൽ നിന്നും ഉണ്ടാവുന്ന ദ്രാവകമാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഇതുണ്ടാവുന്നതിന് പിന്നിലുള്ള പ്രോസസ്സാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് തുടർന്ന് വരുന്ന ഭാഗങ്ങളിലൂടെ ഒഴുകി പോകുമ്പോൾ അതിൽ നിന്നും പല ഘടകങ്ങളും രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. മെനി കമ്പോണൻസ് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആർ റീഅബ്സോർബ്ഡ് ടു ദ ബ്ലഡ് കാപ്പിലറീസ് when it flows from
the Bowman's capsule to collecting duct or remaining part of the renal tubule. അതായത് അവശ്യ വസ്തുക്കളെല്ലാം പൂർണ്ണമായും ചില വസ്തുക്കൾ ആവശ്യത്തിനനുസരിച്ചും ആണ് പുനരാകിരണം ചെയ്യപ്പെടുന്നത്. എന്നാൽ യൂറിയ പോലുള്ള മാലിന്യങ്ങൾ ആകിരണം ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ പുനരാകിരണവും ശ്രവണവും കഴിയുന്നതോടുകൂടി ഗ്ലോമറുലർ ഫിൽട്രേറ്റിന്റെ 99% ആകിരണം ചെയ്യപ്പെട്ടു പോകുന്നു. അവസാനം രൂപപ്പെടുന്ന ഘടകമാണ്, വിസർജ്യ വസ്തുവാണ് മൂത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് മനസ്സിലാക്കിയത് ദഹനം, അതുപോലെ തന്നെ ശ്വസനം, അതുപോലെ രക്തപര്യനം, അതുപോലെ വിസർജനം എന്നീ 4 പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ഉപ ആശയങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊരു റിവിഷൻ പാറ്റേൺ മാത്രമാണ്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ ദഹനവും, അതുപോലെ തന്നെ ശ്വസനവും, സംവഹനവും, അഥവാ രക്തപര്യനവും, വിസർജനവും, ഈ 4 ആശയങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. പരീക്ഷ നന്നായിട്ട് എഴുതണം. എല്ലാവർക്കും മികച്ച വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.